ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, വിശുദ്ധമായ ക്രിസ്മസ് ദിവസത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പുൽക്കൂടൊക്കെ റെഡിയാക്കുന്നു, ബലിയർപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങുന്നു, നമ്മൾ വചനമൊക്കെ വായിക്കുന്നു. ഈശോയ്ക്ക്, കുഞ്ഞുണ്ണി ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കിയൊക്കെ ഒരു നല്ല ഗിഫ്റ്റായിട്ടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയൊക്കെ ദിവസമാണ്. ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു കുഞ്ഞു കാര്യം ഇന്ന് വചനത്തിലൂടെ നമ്മളൊന്ന് ഷെയർ ചെയ്യാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, ജോൺ 1:11. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ള ആ വായനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞു കാര്യം നമ്മളിങ്ങനെ ചിലപ്പോൾ വായിക്കുമ്പോൾ ഒന്ന് സ്റ്റക്കാക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഈശോയുടെ ആ ഒരു വരവിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നല്ല സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക്, സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. നമുക്ക് ചിലപ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, കാരണം നമ്മൾ ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ എപ്പോൾ വേണേലും വന്നാലും റെഡിയായിട്ട് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലോട്ടൊന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്ത് ശരിക്കും ആത്മപരിശോധന നടത്തണം. എത്രയോ തവണ ഈശോ നമ്മളോട് കൂട്ടുകൂടാൻ, ഈശോ നമ്മളെ സ്നേഹിക്കാൻ, ഈശോ നമ്മളെ ഓരോ പട്ടുകുഴിയിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചു. നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ചു. പക്ഷേ നമ്മളങ്ങനെ എപ്പോഴും ഈശോയെ സ്വീകരിക്കുന്നുണ്ടോയെന്ന്. ഇപ്പോൾ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഈ 10-25 ദിവസമൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയില്ലേ? കുറേ നോമ്പൊക്കെ നോക്കി, ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചു. ഒത്തിരി പേര് എല്ലാ ദിവസമൊക്കെ ദേവാലയത്തിലേക്ക് പോയി വചനം വായിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരുങ്ങി ഈശോയുടെ ഈ ഒരു ക്രിസ്തുമസിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 25 ദിവസം, ഈ ഒരു ഡിസംബർ 25 വേണ്ടി മാത്രമാണോ, ഈ ഡിസംബർ 25 മാത്രമാണോ ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? അല്ല, എല്ലാ ദിവസവും ഈ യോഹന്നാൻ 1:11 എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വചനം മാംസം ധരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഈശോ നമ്മുടെ അടുത്താകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് സ്നേഹിച്ച് ചേർന്നിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഡു യു റിസീവ്? ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, കൊതി പിടിക്കുന്ന ഈശോയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ? നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് അതൊന്ന് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വചന വായനയിൽ, എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ, നമ്മുടെ പ്രൈവറ്റ് പേഴ്സണൽ പ്രയറിലൊക്കെ ഈശോയോട് ഒരു പ്രയോറിറ്റി കൊടുക്കുക, ഈശോയ്ക്ക് ഒരു 1-ാം സ്ഥാനം കൊടുക്കുക. ഈശോ അടുത്തേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാവുക. എപ്പോഴും ഈശോ റെഡിയാണ് നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടി. സ്വീകരിക്കാൻ ആരാ റെഡിയാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലുമൊക്കെ തുറന്നു തരുന്നുണ്ടോ? നമ്മളിത് തുറന്നു കൊടുക്കണം. ഡിസംബർ 25-നല്ല, എല്ലാ ദിവസവും ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നിടണം. ഈശോയെ കം ആൻഡ് റൂൾ, ഈശോയെ നീ വന്ന് സ്നേഹിച്ച എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാൻ പറയുക. നമ്മളങ്ങനെ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് എന്നാ സംഭവിക്കുന്നറിയോ? ഏറ്റവും വലിയ ആനന്ദമായിട്ട് നമുക്ക് ഈശോ മാറും. ലോകമല്ല, ലോകം തന്ന സന്തോഷമൊക്കെ ലോകം തിരിച്ചെടുക്കും. ഈശോ തരുന്ന ആനന്ദം അത് ഉള്ളിൽ കിടക്കും. അത് കിട്ടിയാൽ നമുക്കത് മതി. പരിശുദ്ധ അമ്മയൊക്കെ സ്തോത്രഗീതത്തിൽ പാടുന്നില്ലേ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈശോയിലായിരിക്കണം നമ്മുടെ ആനന്ദം. ഈശോയിൽ നമ്മുടെ ആനന്ദം ആയാൽ എന്താ സംഭവിക്കണേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സുന്ദരമായ ഒരു വായനയുണ്ട്. 58-ാമത്തെ അധ്യായത്തിൽ എൻ്റെ 14-ാമത്തെ വാക്യം, നീ കർത്താവിൽ ആനന്ദിച്ചാൽ അവിടുന്ന് നിന്നെ ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. എന്ന് വെച്ചാൽ ആകാശത്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. കുഞ്ഞനുഗ്രഹമല്ല, നമ്മളെ നല്ല സൂപ്പർ പവർ അനുഗ്രഹമാക്കിയിട്ട് ഈശോ മാറ്റും. അത് ഒറ്റ കാര്യമുള്ളൂ, ഒത്തിരി വിശ്വാസം, ഒത്തിരി പ്രാർത്ഥന. ഇതൊന്നും അല്ല ഈശോ പറയണേ, വചനം പറയണേ, നീ കർത്താവിൽ ആനന്ദിക്കുക. കർത്താവിൽ ആനന്ദിച്ചാൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. കർത്താവിൽ ആനന്ദിച്ചാൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു പരാതിയില്ലാതെ പ്രത്യാശയോടെ നല്ല സൂപ്പറായിട്ട് മിന്നിത്തെളിഞ്ഞ് നിൽക്കാൻ നമുക്ക് പറ്റും. ഈശോയിൽ ആനന്ദിക്കുക. എല്ലാ കാര്യങ്ങളും കർത്താവ് നന്മയാക്കി മാറ്റും. സോ ഇത് ഡിസംബർ 25 വേണ്ടി മാത്രമല്ല, ഒരു 5-6 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയറിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. 2026 ഒറ്റ തീരുമാനമായിട്ട് എടുക്കുക. വേറെ ഒന്നുമല്ല, അത് മാറ്റണം, ഇത് മാറ്റണം, ഈ ദുശീലം മാറ്റണം, ഇതൊക്കെ മാറിക്കോളും. എന്താണ് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം? ഏറ്റവും ഫസ്റ്റ് തിങ് ഇസ് ടു കീപ് ദ ഫസ്റ്റ് തിങ്. ഒന്നാമത്തെ കാര്യം ഒന്നാമത് വെക്കുക എന്നുള്ളതാണ്. ഇച്ചിരി കൺഫ്യൂഷൻ ആവുമെന്ന് അറിയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളല്ല പിന്നെ ചെയ്യേണ്ടത്, ഈശോ നമുക്ക് വേണ്ടി ചെയ്തോളും. ഈശോ നമ്മുടെ ആനന്ദമാണ്. 2026 ഈശോ ഷുഡ് ബി യുവർ ജോയ്. ഈശോ ആവണം നമ്മുടെ ആനന്ദം. അങ്ങനെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോ നന്നാക്കി മാറ്റും, അടിപൊളിയാക്കി മാറ്റും. ഈശോ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു കൃപയുടെ വർഷവും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ എൻ്റെയും ഈശോയുടെ കുഞ്ഞിൻ്റെയും ആനന്ദമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.